വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഉള്ളുലച്ച് വീണ്ടും വയനാട്ടിൽ ദുരന്തം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചൂരൽമലയുടെ മുറിവുണങ്ങും മുൻപ് വീണ്ടും വയനാട്ടിൽ ദുരന്തം. മേപ്പാടി കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വിറങ്ങലിച്ച് നാട്. നിലമ്പൂർ മേഖലയിലും കാലവർഷം അതിശക്തം. മഴയോടൊപ്പം ഉണ്ടായ മിന്നൽ ചുഴലിയിൽ നിലമ്പൂരിലും കരുളായിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ. മമ്പാട് ഓടായിക്കലിൽ കുത്തൊഴുക്കുള്ള ചാലിയാറിൽ യുവാവിനെ കാണാതായി. പുഴയിലിറങ്ങിയ 2 പേർ രക്ഷപ്പെട്ടു. യുവാവിനു വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കി. ഡിവൈഎഫ്ഐയുടെ 16ാമത് ജില്ലാ സമ്മേളനത്തിന് വണ്ടൂർ ചെറുകോടിൽ ഉജ്ജ്വലമായ തുടക്കം. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ജെയ്ക് സി തോമസ് നിർവഹിച്ചു. പ്രളയത്തിൽ നഷ്ടപ്പെട്ട വീടുകൾ പുനർനിർമ്മിച്ചില്ല. 8 വർഷമായി പ്ലാസ്റ്റിക് ഷീറ്റിൽ നരകജീവിതം നയിച്ച് പോത്തുകല്ല് വാണിയമ്പുഴയിലെ ആദിവാസി കുടുംബങ്ങൾ. ഉന്നതിയിൽ കാണാനാകുന്നത് ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. ചൂരൽമലയുടെ മുറിവുണങ്ങും മുൻപ് വീണ്ടും വയനാട്ടിൽ മറ്റൊരു ദുരന്തം. മേപ്പാടി കള്ളാടിയിലാണ് ദുരന്തമുണ്ടായത്. ഈ കള്ളാടി തുരങ്കപാത, മേപ്പാടി കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിലാണ് ഇപ്പോൾ വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്.
ഈ മണ്ണിടിച്ചിലിൽ ഇപ്പോൾ മരണസംഖ്യ ഉയരുകയാണ്. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത്. തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രദേശത്ത്. ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ അവിടെ തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാണ്. കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രക്ഷപ്പെട്ട ആളുകൾക്ക് ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ദുരന്തത്തിൻ്റെ നടക്കുന്ന CCTV ദൃശ്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വയനാട്ടിൽ ചൂരൽമലയ്ക്ക് അടുത്ത് തന്നെയാണ് വീണ്ടും ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞാണ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ദുരന്ത സ്ഥലത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ്. ഒരു കുടുംബം അവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. ആ കുടുംബം ഉംറയ്ക്ക് വേണ്ടി പോയതിനാലാണ് അവർ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അവരുടെ വീട് ഇപ്പോൾ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പള്ളിയും ഇപ്പോൾ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. കനത്ത മഴയും മണ്ണിടിച്ചിലും സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. ഇതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വീണ്ടും വയനാട്ടിൽ മറ്റൊരു ദുരന്തം കൂടി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ ആഘാതത്തിലും ആശങ്കയിലുമാണ് വയനാട്ടുകാർ. മലയോര മേഖലയിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഴ ഇടവിട്ട് ശക്തമായി തന്നെ പെയ്യുകയാണ്. മഴയോടൊപ്പം വ്യാപകമായ നാശനഷ്ടങ്ങളുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നിലമ്പൂർ നഗരസഭയിലും കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലും വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണും മരങ്ങൾ ഒടിഞ്ഞു വീണും വീടുകളൊക്കെ തകർന്നിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഈ രണ്ട് മേഖലകളിൽ നിലമ്പൂർ നഗരസഭയിലും കരുളായി പഞ്ചായത്തിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ഈയമ്മട മേഖലയിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് മിന്നൽ ചുഴലി ഉണ്ടായതെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയാണ് വ്യാപകമായി ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൻ വൃക്ഷങ്ങളടക്കം തേക്ക് അടക്കമുള്ള വലിയ മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണ് നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും ഇവിടെ തകർന്നിട്ടുണ്ട്. റബ്ബർ മരങ്ങൾ വ്യാപകമായി ഈ ചുഴലി കൊടുങ്കാറ്റിൽ ഒടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. കൃഷിനാശത്തോടൊപ്പം വലിയ നാശനഷ്ടമാണ് നിലമ്പൂർ നഗരസഭയിലെ ഈയമ്മട പയ്യമ്പള്ളി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പയ്യമ്പള്ളി ഡിവിഷനിലെ ചീരക്കുഴിയിൽ ചന്ദ്രന്റെ വീടിന് മുകളിലേക്ക് സമീപത്തുള്ള റബ്ബർ മരങ്ങൾ ഒന്നായി ഒടിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണ് ഉള്ളത്. വീട്ടിൽ ഈ സമയം ചന്ദ്രനും കുടുംബവും ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെട്ടതിനാൽ ഇവർക്ക് അപകടം സംഭവിച്ചിട്ടില്ല. രാത്രി 11 മണിയോടുകൂടിയാണ് ഈ റബ്ബർ മരങ്ങൾ വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുന്നത്. വീട് പൂർണ്ണമായും ഓടിട്ട വീടാണ്. വീട് പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ വീടിന് സമീപത്തുള്ള പശുത്തൊഴുത്തും ഈ കാറ്റിൽ വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീണ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ ഈയമ്മട ഡിവിഷനിലെ നഗരസഭയുടെ പയ്യമ്പള്ളിയോട് ചേർന്നുള്ള ഈയമ്മട ഡിവിഷനിലെ സീലത്ത് വീട്ടിൽ ഫൈസലിന്റെ വീടിന്റെ മുകളിലേക്ക് വൻ തേക്ക് മരം കടപുഴകി വീണ് വീടിന്റെ കോണിക്കൂട് പൂർണ്ണമായും തകർന്ന് വീടിനുള്ളിലേക്കാണ് തകർന്നു വീണത്. ഈ സമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നു. എന്നാൽ തലനാരിഴയ്ക്കാണ് ഇവിടെയൊക്കെ അപകടങ്ങൾ ഒഴിവായത്. വൻ തേക്ക് മരമാണ് വീടിന്റെ കോണിക്കൂടിന് മുകളിലേക്ക് തകർന്നു വീണത്. സീലത്ത് ഫൈസലിന്റെ വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഈയമ്മട ഡിവിഷനിൽ തന്നെ അഭിലാഷ്, കപ്രക്കാട്ട് അനൂപ്, കവുങ്ങിൻ പ്ലാക്കൽ അമ്മിണി എന്നിവരുടെ വീടുകളും കാറ്റിൽ വ്യാപകമായി നശിച്ചിട്ടുണ്ട്. വ്യാപകമായ തോതിൽ റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. തേക്ക് മരങ്ങൾ വീണിട്ടുണ്ട്. വൈദ്യുതി ബന്ധം തകരാറായി കിടക്കുകയാണ്. കേബിൾ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സും റവന്യൂ അധികൃതരും തഹസിൽദാർ, നഗരസഭാ ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ, വില്ലേജ് അധികൃതർ എല്ലാവരും ഈ സ്ഥലത്തെത്തി ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. നാശനഷ്ടം സംഭവിച്ചവരുടെ കണക്ക് എടുക്കുകയാണ്. നാശനഷ്ടത്തിന്റെ വിശദമായ കണക്കുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു നാശനഷ്ടമാണ് ഈയമ്മട പയ്യമ്പള്ളി ഡിവിഷനിൽ മാത്രം നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കരുളായി ഗ്രാമപഞ്ചായത്തിലും സ്ഥിതി വിഭിന്നമല്ല. ഇവിടെയും കാറ്റിൽ വ്യാപകമായി റബ്ബർ മരങ്ങൾ നിലംപൊത്തിയിരിക്കുകയാണ്. കർഷകർക്ക് അവരുടെ വലിയ നാശനഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ഇവിടെ മുഹിയത്ത് അഷറഫിന്റെ മാത്രം 50ഓളം റബ്ബർ മരങ്ങൾ കാറ്റിൽ നിലംപൊത്തിയതായി അഷറഫ് പറയുന്നു. അതോടൊപ്പം വ്യാപകമായി വഴിയരികളിലൊക്കെ മരങ്ങൾ കടപുഴകി വീണും ഒടിഞ്ഞു വീണുമൊക്കെ ഗതാഗതം നിശ്ചലമായി കിടക്കുകയാണ്. വൈദ്യുതി, ഇന്റർനെറ്റ്, കേബിൾ സംവിധാനങ്ങൾ കരുളായി ഗ്രാമപഞ്ചായത്തിലും നിശ്ചലമായി കിടക്കുകയാണ്. മഴ മലയോര മേഖലയിൽ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ അത് വലിയ ആശങ്കയ്ക്ക് കൂടി വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ജലാശയങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ജലാശയങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ
ഇനി കാറ്റ് വീശുകയാണെങ്കിൽ കൂടുതൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും നിലമ്പൂരിൽ ആശങ്കയുടെ മണിക്കൂറുകളാണ് മഴ കനത്തതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. കുത്തൊഴുക്കുള്ള പുഴയിൽ കുളിക്കുവാനിറങ്ങിയ 3 അംഗ സംഘത്തിലെ ഒരാളെ കാണാതായി. മമ്പാട് ഓടായിക്കൽ കടവിലാണ് സംഭവം. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ബീമ്പുങ്കൽ സ്വദേശികളായ 3 പേർ പുഴയിൽ കുളിക്കുവാനിറങ്ങിയത്. ഇതിൽ ബീമ്പുങ്കൽ പനയന്തൊടിക ആഷിഖ് എന്നയാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് പുഴയിൽ കുളിക്കുവാൻ ഇറങ്ങിയതായിരുന്നു ഇവർ. ഇതിനിടയിൽ പുഴയിലൂടെ ഒരു മരം ഒഴുകി വരുന്നത് കണ്ട് ആ മരം പിടിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആഷിഖ് ഒഴുക്കിൽ പെട്ടതെന്നാണ് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ആഷിഖിനെ രക്ഷിക്കുവാൻ കൂടെയുണ്ടായിരുന്ന മറ്റുപേർ ശ്രമം നടത്തിയെങ്കിലും പുഴയുടെ വലിയ ഒഴുക്ക് കാരണം അവർക്ക് തിരിച്ചു കയറേണ്ട ഒരു സാഹചര്യം വന്നു. എന്തായാലും ആഷിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ, നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് ചാലിയാർ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അപകടം അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആഷിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ 16ാമത് ജില്ലാ സമ്മേളനത്തിന് വണ്ടൂർ ചെറുകോട് പുഷ്പൻ നഗറിൽ തുടക്കമായി. TKM കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ജെയ്ക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യം വർത്തമാനകാലങ്ങളിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അന്യാവശ്യമായ രാഷ്ട്രീയ വിരോധത്തിന്റെ ഒരൊറ്റ വാക്രൂപമാണ് സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത്. സന്ദർഭവശാൽ ഓർമ്മിക്കുന്നു, ഏറ്റവും ഒടുവിൽ ഫിദൽ നടത്തിയ ഐക്യരാഷ്ട്രസഭയിലെ ഒരു അഭിസംബോധന പ്രഭാഷണമാണ്. സാധാരണഗതിയിൽ ഫിദലിന്റെ പ്രഭാഷണത്തെ സംബന്ധിച്ച് വായിച്ചിട്ടുള്ളവർക്കറിയാം, സുദീർഘ സമയം നീണ്ടു നിൽക്കുന്ന വലിയ പ്രഭാഷണങ്ങളാണ് ഫിദൽ കാസ്ട്രോവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 6-6.5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ പ്രസംഗങ്ങളാണ് പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് വായിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഒരു വേള ചേഗുവേരയുടെ മരണാനന്തരം ഫിദലിനോട് വിശ്വപ്രസിദ്ധയായ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഫിദലിനോട് ചോദിക്കുന്നുണ്ട്, ഏണസ്റ്റോ ഗുവേരയുടെ 1ാം രക്തസാക്ഷിത്വ അനുസ്മരണ യോഗം ഫിദൽ പ്രസംഗിക്കുന്നത് 7.5 മണിക്കൂറോ മറ്റുമാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ വനിതാ മാധ്യമ പ്രവർത്തക ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര സുദീർഘ സമയം എടുത്തുകൊണ്ടുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി ലളിതമാണ്, ഋജുവാണെന്ന് വേണമെങ്കിൽ പറയാം. ആ മറുപടിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയില്ല. ആ സ്വഭാവത്തിലുള്ള പ്രഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ആളുകളുടെ എണ്ണം കുറവുണ്ടായിരുന്നില്ല. പല തെരുവുകളിലും പല വലിയ മൈതാനങ്ങളിലും പ്രസംഗിക്കുമ്പോൾ വലിയ മഹാജനസഞ്ചയങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ അതിന്റെ എണ്ണം കൂടി വന്നിട്ടേ ഉള്ളൂ, ഒരിക്കൽ പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഏറ്റവും ഒടുവിൽ UN നടത്തിയ ഒരു പ്രഭാഷണത്തിൽ സാമ്പത്തിക ഉപരോധത്തെ സംബന്ധിച്ച് ഇപ്പോൾ സംസാരിക്കുകയാണ്. പക്ഷെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് പ്രായാധിക്യം, രോഗാതുരമായ അവസ്ഥ. വാക്കുകളെ മുറിയുന്നുള്ളൂ, രാഷ്ട്രീയം മുറിയുന്നില്ല. മുറിഞ്ഞുപോയ വാക്കുകളിൽ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ ഫിദൽ പറയുന്ന ഒരു വാചകം, സാമ്പത്തിക ഉപരോധം ഒരു ആഗോള പദ്ധതിയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. അന്ന് രാഷ്ട്രീയ ദൈവാരികയായിട്ടുള്ള ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് ലൈൻ ഫിദലിന്റെ കവർ ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രഭാഷണം കവർ ചെയ്തത്. ആ ഫ്രണ്ട് ലൈനിന്റെ തലവാചകം തന്നെ സാമ്പത്തിക ഉപരോധത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഫിനാൻഷ്യൽ സീക്ക് ഈസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ്. അദ്ദേഹത്തിന്റെ ആമുഖമായ വാചകമാണ്. സാമ്പത്തിക ഉപരോധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഒരു കേവല സാമ്പത്തിക പ്രശ്നമല്ല. പിന്നീടുള്ള പ്രൗഢഗംഭീരമായ രാഷ്ട്രീയ പ്രഖ്യാപനം ഇതാണ്: ബട്ട് ഇറ്റ് ഈസ് എ വാർ ഓൺ ക്യൂബ. അത് ക്യൂബയ്ക്ക് മേൽ നടത്തപ്പെടുന്ന അസാധാരണമായ ഒരു യുദ്ധമാണ്. അതാണ് ഫിദലിന്റെ പ്രഭാഷണത്തിന്റെ രത്നചുരുക്കം. പി ഷബീർ അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിൽ ജില്ലയിലെ 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 3 ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം 375 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ MT അഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ഇല്യാസ് അനുശോചന പ്രമേയവും, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP അനീഷ് രക്തസാക്ഷി പ്രമേയവും, ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും, സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് V വാസിഫ്, M വിജിൻ MLA, കേന്ദ്ര കമ്മിറ്റി അംഗം M ഷജാർ, ഗ്രീഷ്മ, അജയ് ഘോഷ് തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ,
ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. സംസ്ഥാനത്ത് ഉടനീളം നടന്ന പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളിലും +1 വിദ്യാർത്ഥികൾക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ പല സ്കൂളുകളിൽ നിന്നും പഠിച്ച് പല വിഷയത്തിൽ ഇവിടെ അഡ്മിഷൻ വാങ്ങി ഏറ്റവും നല്ലൊരു സ്കൂളായി നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ സ്കൂൾ എന്നും ഇതുമാതിരി നിലനിർത്താൻ വേണ്ടി ഇനി നിങ്ങളാണ് ശ്രമിക്കേണ്ടത്. PTA പ്രസിഡന്റ് EP ഫിറോസ് അധ്യക്ഷത വഹിച്ചു. NK സാഹിർ, ഷിഹാബ് മുക്കണ്ണൻ, സിറാജ് പനോലൻ, ഷിഹാബ് അലൈവ്, O മുജീബ് റഹ്മാൻ, ഹെഡ്മിസ്ട്രസ് ഉഷ, പ്രിൻസിപ്പൽ മായ, ഷാനവാസ് P, ഹൈദരലി എന്നിവർ പ്രസംഗിച്ചു. 2018 മഹാപ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട വാണിയമ്പുഴ ആദിവാസി നഗരിലെ കുടുംബങ്ങൾക്ക് ഇന്നും ദുരിത ജീവിതം. പുനരധിവാസ വാഗ്ദാനം ഉണ്ടെങ്കിലും ഇതെന്ന് നടപ്പിലാകുമെന്ന് ഇവർക്കറിയില്ല. വലിയ നരക ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഉന്നതിയിൽ കാണാൻ സാധിക്കുന്നത്. 2018 മഹാപ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട വാണിയമ്പുഴ ആദിവാസി നഗരിലെ 40ഓളം കുടുംബങ്ങൾ 8 വർഷം കഴിഞ്ഞിട്ടും ദുരിത ജീവിതം തുടരുകയാണ്. പുനരധിവാസം വാഗ്ദാനം ചെയ്തെങ്കിലും സുരക്ഷിതമായ വീടോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവർക്ക് ഇന്നും ലഭിച്ചിട്ടില്ല. ടാർപ്പായ ഷീറ്റുകൾ വലിച്ചുകെട്ടിയ താൽക്കാലിക കൂരകളാണ് ഇവരുടെ ഏക ആശ്രയം. മഴ പെയ്താൽ കൂര ചോർന്നൊലിക്കുകയും വേനലിൽ അസഹ്യമായ ചൂട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഒരു കൂരയിൽ 3-4 കുടുംബങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. സ്വകാര്യതയോ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇവരുടെ നിത്യജീവിതം മുന്നോട്ടു പോകുന്നത്. കാട്ടാനയും കാട്ടുപന്നിയും കരടിയും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണിയും ദുരിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. പേരിന് സ്ഥാപിച്ച സോളാർ വേലിയിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ രാത്രിയിൽ ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് ഇവർ പറയുന്നു. 1 വയസ്സ് മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികളും ഈ ദുരിത ജീവിതത്തിൻ്റെ ഭാഗമാണ്. സുരക്ഷിതമായ ബാല്യവും ആരോഗ്യകരമായ ജീവിതവും ഇന്നും ഇവർക്ക് ഏറെ അകലെയുള്ള ഒരു സ്വപ്നമായി തുടരുകയാണ്. ITDP പേരിന് ഒരു പായ ഷീറ്റ് മാത്രമാണ് നൽകിയതെന്നും സ്ഥിര പുനരധിവാസമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. ശക്തമായ മഴ തുടരുന്ന ഈ കാലഘട്ടത്തിൽ
താൽക്കാലിക കൂരകളിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ദുരിതം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഞങ്ങളും മനുഷ്യരാണ്, ഇനി എത്ര നാൾ ഈ ദുരിതം സഹിക്കണം? പ്രദേശവാസിയായ സുധയുടെ ഈ ചോദ്യം വാണിയമ്പുഴ ആദിവാസി നഗറിലെ ഓരോ കുടുംബത്തിൻ്റെയും വേദനയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരമാകാത്ത ഇവരുടെ ദുരിത ജീവിതത്തിന് അധികൃതർ എപ്പോൾ ശാശ്വത പരിഹാരം കാണുമെന്ന ചോദ്യത്തിന് ഇന്നും മറുപടിയില്ല. വലിയ കഷ്ടമാണ് ഈ വാണിയമ്പുഴ ഉന്നതിയിലെ കുടുംബങ്ങളുടെ കാര്യം. പ്രളയത്തിൽ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. 8 വർഷമായി ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് ഉള്ളിൽ ചെറിയ കുട്ടികളടക്കം താമസിക്കേണ്ടി വരുന്നു എന്നത് വലിയ ഒരു ദുരിത കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധികൃതർ ഈ കാര്യത്തിലൊക്കെ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ്. കാരണം വനത്തിനകത്ത് മഴയും വെയിലും എല്ലാം അതിജീവിച്ചുകൊണ്ട് അവരിങ്ങനെ ജീവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സംവിധാനങ്ങളുടെ വലിയ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. പെട്ടെന്ന് പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കഞ്ഞിപ്പുര വണ്ടൂര് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി 11 ലക്ഷത്തോളം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചത്. ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു അനുയോജ്യമായ ഒരു കഞ്ഞിപ്പുരയാക്കണമെങ്കിൽ ഇതിൻ്റെ ഭൗതിക സൗകര്യങ്ങളോട് കൂട്ടണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്താണ് സ്കൂളിൽ പുതിയ പാചകപ്പുര നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ CV അനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ബൈജു ചെമ്പ്ര, ഷാഹുൽ ഹമീദ്, നിഷ മാധവൻ, PTA പ്രസിഡന്റ് മജീദ് എടപ്പറ്റ, PTA വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. HMCP ആസിയ സ്വാഗതവും ഹഫ്സത്ത് നന്ദിയും പറഞ്ഞു. മലയാള സാഹിത്യത്തിലെ വിശ്വവിഖ്യാത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണം വ്യത്യസ്തമായ പരിപാടികളോടെയാണ് നാടെങ്ങും നടക്കുന്നത്. എന്നാൽ നിലമ്പൂർ PVS മോഡൽ സ്കൂളിൽ ഇത്തവണ അല്പം മികവാർന്ന രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കൊച്ചുകുട്ടികളടക്കം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളായി സ്വയം വേഷമണിഞ്ഞൊക്കെയാണ് ഒരു വ്യത്യസ്തമായ പരിപാടി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്. രാധാമണിയെ ഈ അങ്ങനെ വിളിക്കല്ലേ, ഈ വിളിച്ച എന്റെ കൽബ് പഠിക്കും. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് PVS മോഡൽ സ്കൂളിൽ വൈക്കം മുഹമ്മദിൻ്റെ അനുസ്മരണ പരിപാടി നടത്തിയത്. വൈക്കം മുഹമ്മദിൻ്റെ പ്രശസ്ത കഥാപാത്രമായ പാത്തുമ്മയായി KG കോർഡിനേറ്റർ ഷർഷാദ് റജീം അണിഞ്ഞൊരുങ്ങി. ബഷീർ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ 12 വലിയ ചുമർ പത്രികകൾ പ്രസിദ്ധീകരിച്ചു. ബഷീർ ദിന പരിപാടികൾ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ സംസാരിച്ചു. മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ P റോഷ്നി സംവിധാനം ചെയ്ത ബഷീറിന്റെ ആനപ്പൂടയുടെ ദൃശ്യാവിഷ്കാരം
വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. ഈ ഒരു വാർത്തയോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂരൽമലയുടെ മുറിവുണങ്ങും മുൻപ് വീണ്ടും വയനാട്ടിൽ ദുരന്തം. മേപ്പാടി കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വിറങ്ങലിച്ച് നാട്. നിലമ്പൂർ മേഖലയിലും കാലവർഷം അതിശക്തം. മഴയോടൊപ്പം ഉണ്ടായ മിന്നൽ ചുഴലിയിൽ നിലമ്പൂരിലും കരുളായിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ. മമ്പാട് ഓടായിക്കലിൽ കുത്തൊഴുക്കുള്ള ചാലിയാറിൽ യുവാവിനെ കാണാതായി. പുഴയിലിറങ്ങിയ 2 പേർ രക്ഷപ്പെട്ടു. യുവാവിനു വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കി. ഡിവൈഎഫ്ഐയുടെ 16ാമത് ജില്ലാ സമ്മേളനത്തിന് വണ്ടൂർ ചെറുകോടിൽ ഉജ്ജ്വലമായ തുടക്കം. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ജെയ്ക് സി തോമസ് നിർവഹിച്ചു. പ്രളയത്തിൽ നഷ്ടപ്പെട്ട വീടുകൾ പുനർനിർമ്മിച്ചില്ല. 8 വർഷമായി പ്ലാസ്റ്റിക് ഷീറ്റിൽ നരകജീവിതം നയിച്ച് പോത്തുകല്ല് വാണിയമ്പുഴയിലെ ആദിവാസി കുടുംബങ്ങൾ. ഉന്നതിയിൽ കാണാനാകുന്നത് ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പ്രേക്ഷകരെ, വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1 TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.